വളർത്തിക്കൊണ്ടുവരുന്നതിൽ ആരാണ് മത്സരിച്ചത് എന്നതാണ് നമ്മളുടെ ചോദ്യം. ഇടതനും വലതനും മാറി മാറി ഇവരെ സഹായിച്ചും ഇവരുമായിട്ട് സഹകരിച്ചും ഇവരെ പ്രോത്സാഹിപ്പിച്ചുമൊക്കെ ഈ രാജ്യത്തെ ഇവർക്ക് ഒറ്റുകൊടുക്കുകയായിരുന്നു. NIA-യുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടിന് 3 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിരുന്ന ഒരു മാനുവൽ ഉണ്ടല്ലോ, ഏതിനും ഒരു രീതി ഉണ്ടാകും. അങ്ങനെ ഇവരുടെ ഒരു അച്ചടക്ക നടപടി ഒന്ന് റിപ്പോർട്ടേഴ്സ് വിങ് ആണ്. പിന്നെ ഫിസിക്കൽ ആൻഡ് ആംസ്, അതായത് ഇവർക്ക് ശാരീരിക ക്ഷമതയൊക്കെ ഉറപ്പുവരുത്തണമല്ലോ, ട്രെയിനിങ് വിങ്, അവര് തന്നെയാണ് സർവീസ് വിങ് എന്നും ഒക്കെ അറിയപ്പെടുന്നത്. ഈ റിപ്പോർട്ടേഴ്സ് വിങ് എന്ന് പറഞ്ഞാൽ അവര് ലക്ഷ്യം വെക്കുന്നത്, അവര് ടാർഗറ്റ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവര് ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, അങ്ങനെ അവരെ നിരന്തരം നിരീക്ഷിക്കുകയാണ്. അങ്ങനെ അവരെ നിരീക്ഷിക്കുന്നവർക്ക് ഒരു ഫിസിക്കൽ ആം ട്രെയിനിങ് കൊടുക്കുകയാണ്. ഒരു പരിശീലനം നൽകുന്ന വിങ്ങാണ് ആദ്യം ഇവരെ നിരീക്ഷിക്കുന്നത്. സർവീസ് വിങ് ആണ് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതും ലക്ഷ്യം വെക്കുന്നതും. ഒരു ഹിറ്റ് ലിസ്റ്റ് രൂപീകരിച്ച് ഇന്ന ആള് കൊല്ലപ്പെടണം, എന്താണ് കാരണം, അതൊക്കെ രേഖപ്പെടുത്തി വെക്കുവാണ്. ഒരു മനുഷ്യൻ നാളെ നേരം പുലരുമ്പോൾ ഈ രാജ്യത്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഇവർക്ക്. ടാർഗറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് ജില്ലാ തലത്തിൽ കൊടുത്ത്, അവിടെ നിന്ന് സംസ്ഥാന തലത്തിൽ കൊടുത്ത്, ആവശ്യമുള്ളപ്പോൾ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഈ ടാർഗറ്റ് വിങ്ങിന്റെ രീതി. 977 പേരുള്ള ലിസ്റ്റില് 277 വ്യക്തികൾ അവരുടെ ലിസ്റ്റിലെ പൊട്ടൻഷ്യൽ ടാർഗറ്റുകളാണ്. അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന മറ്റൊരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ കയ്യിൽ നിന്നാണ് മുൻ ജഡ്ജിയെ അടക്കം വെച്ചിട്ടുള്ള ലിസ്റ്റ് കണ്ടെത്തുന്നത്. അയ്യൂബ് എന്ന പേരുള്ള ഒരു വ്യക്തി തീവ്രവാദിയുടെ വീട് റെയ്ഡ് ചെയ്യുമ്പോഴാണ് 500 പേരുടെ ലിസ്റ്റ് കിട്ടുന്നത്. ഇവര് സാധാരണക്കാരാണെന്നാണ് വിചാരിച്ചത്. ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവരെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് അവർ വേറെ ഉണ്ടാക്കിയെടുത്തിരിക്കുക. 2022 മുഹമ്മദ് ജമാലുദ്ദീൻ എന്ന വ്യക്തി ബീഹാറിൽ അറസ്റ്റിലായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ. അയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട 6 പേജുള്ള ഒരു രേഖയിൽ നിന്നാണ് ഇന്ത്യ 2047 എന്ന കോഡ് എഴുതി ചേർത്തിട്ടുള്ള, ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി പദ്ധതിയിട്ടിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ട ഡൽഹി യൂണിറ്റ് NIA-ക്ക് ലഭിക്കുന്നത്. 2047 ഇന്ത്യയുടെ ഭാഗമായിട്ടാണ്, 2047 സ്വതന്ത്ര ഭാരതം അല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരതം, ഇസ്ലാമിക തീവ്രവാദികളുടെ അൽ ഹിന്ദ് അതുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പാലക്കാട് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം നടന്നത്. ഭീകരത കാണിച്ചു കൊടുക്കുക. ആളുകൾ പേടിക്കണ്ടേ? അപ്പോ ഇവരെ 3 രൂപത്തിൽ ലിസ്റ്റ് ഇട്ടിട്ടുള്ള, അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സംഘടിതമായ ഒരു വിഭാഗമാണ്. ഇവരെ നമ്മൾ നിസ്സാരന്മാരായിട്ട് കാണരുത്. അങ്ങനെ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം കാണിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക, PFI പ്രവർത്തകരുടെ ഓഡിയോ ക്ലിപ്പുകൾ, അവരുടെ സാക്ഷിമൊഴികൾ ഒക്കെ NIA രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. NIA കോടതിയിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവര് മാത്രമല്ല, ഇന്ത്യ 2047 എന്ന സ്വപ്നം വെച്ച് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഓർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഭാരതം ജനാധിപത്യമായതുകൊണ്ടാണ് നമുക്ക് ഇതിവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ലിസ്റ്റിൽ പേരുള്ള ആളുകൾക്കും നാളെ ലിസ്റ്റിൽ പേര് വരാൻ സാധ്യതയുള്ള ആളുകൾക്കും അന്തസ്സോടുകൂടി ഈ രാജ്യത്തിൽ തീവ്രവാദത്തിനെതിരെ പ്രവർത്തിച്ച് തല ഉയർത്തി നിന്ന് ജീവിക്കാൻ കഴിയണം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, PDP ആണോ ജമാഅത്തെ ഇസ്ലാമി ആണോ മതേതരം എന്ന ആഗോള ചർച്ചകളാണ് ചാനലുകളിൽ നടന്നത്. ഇടതു വലതു മുന്നണികളിലെ ആളുകൾ ധൈര്യമായിട്ട് അവർക്ക് ചെന്ന് വോട്ട് ചെയ്തു, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും.
ഈ 977 എന്നത് വെറും ഒരു നമ്പറാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. 977 മനുഷ്യരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നാളെ ഇത്രയും ആളുകൾ ഇല്ലാതായാൽ ഇവിടെ മതേതരത്വം തന്നെ അന്യം നിന്നു പോകും. ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഭയപ്പെട്ട് പിന്മാറും. അത് കഴിഞ്ഞാൽ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ എടുത്ത് വ്യാപാരം ചെയ്യാൻ എളുപ്പമാണ്. ഓരോ ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിലും അരിയും മലരും കുന്തിരിക്കവും ഒക്കെ കരുതി കാത്തിരിക്കേണ്ടി വരും നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ ലിസ്റ്റിൽ ഞങ്ങളില്ല എന്ന് വിചാരിച്ച് സമാധാനിക്കാൻ വരട്ടെ. അങ്ങനെ സമാധാനിക്കുന്നവർ മതേതര കോമാളികളാണ്. ഇത് അവസാനത്തെ ലിസ്റ്റ് അല്ല, ആദ്യത്തെ ലിസ്റ്റ് മാത്രമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന്. വെറുതെ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ആ രാജ്യത്തെ ഓരോ പൗരന്മാരെ ഒരു സംഘടനയെ സംബന്ധിച്ച് വെറുതെ പറയാൻ നമുക്ക് ഭ്രാന്തൊന്നുമില്ല. ഇവരെ നമ്മൾ പുറം ലോകത്ത് എത്തിച്ചേ മതിയാകൂ. ഇവര് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് വിചാരിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവരുടെ ഈ ശ്രമത്തെ തടഞ്ഞേ മതിയാക്കൂ നമുക്ക്. ഇവരെ ഈ രാജ്യത്ത് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നു, ഇറാനു വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്നു. ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ച് ഹമാസിന്റെ ഭീകരതയെ ഇവർ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും അതിനെ ഇവർ വെള്ളപൂശുകയും ചെയ്ത് രംഗത്ത് വരുന്നു. ഈ രാജ്യത്തായതുകൊണ്ട് മാത്രമല്ലേ ഇവർക്കതിന് സാധിച്ചത്, അല്ലെ? മറ്റെവിടെയെങ്കിലുമായിരുന്നെങ്കിൽ ഇവർക്കതിന് സാധിക്കുമായിരുന്നോ? ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തെ ഊറ്റുകൊടുക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മളൊന്നറിയണം. അടിയന്തരാവസ്ഥ ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ, അല്ലേ? അതെ, ചില കാര്യങ്ങളൊന്ന് ഓർക്കാൻ, ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനൊക്കെ സാഹചര്യങ്ങളാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ. താടിയും മുടിയും പുരികവും ഒക്കെ ആകെ കത്തിക്കരിഞ്ഞ മരണാസന്നനായ ഒരു മനുഷ്യൻ, ഒരു മന്ത്രം പോലെ ആ വാക്കുകൾ പുറത്തു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ച ഒരു കഥയുണ്ട്. അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കിയാൽ മതി. 1976 മാർച്ച് 8-ാം തീയതി മലപ്പുറത്ത് നിന്ന് കക്കയം എന്ന് പറയുന്ന ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പെട്രോൾ ക്യാനിന് തീ കൊളുത്തി ബാലകൃഷ്ണൻ സ്വയം ഒരു അഗ്നിഗോളമായി മാറി. ആകെ വെന്ത് പോയ ബാലകൃഷ്ണനെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ഒപ്പം ഗുരുതരമായി പൊള്ളലേറ്റ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയ ബാലസുബ്രഹ്മണ്യനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ജീവന്റെ മിടിപ്പു മാത്രം ശേഷിക്കുന്ന ബാലകൃഷ്ണനെ ട്യൂബിലൂടെ വെള്ളം കൊടുക്കാൻ നഴ്സുമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ആ വെള്ളം ഇറക്കാൻ കൂട്ടാക്കാതെ തുപ്പിക്കളയുന്നു. അപ്പോഴാണ് ഒന്ന് ഞെരങ്ങാൻ പോലും ശേഷിയില്ലാത്ത ശരീരത്തിൽ നിന്നപ്പോഴും നിലയ്ക്കാത്ത മുദ്രാവാക്യം പതിഞ്ഞ ശബ്ദത്തിൽ പ്രവഹിക്കുന്നത് അവര് കാണുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരുപാട് ആളുകളുടെ ത്യാഗോജ്ജലമായ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഈ രാജ്യത്തെ വക്രീകരിക്കപ്പെട്ട ചരിത്രം മാത്രം പഠിച്ചിട്ടുള്ള നമുക്ക് ഈ രാജ്യത്തിന്റെ ശരിയായ ചരിത്രം എവിടെയോ മങ്ങിക്കിടക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഇത്തരം സാഹചര്യങ്ങൾ അവസരമൊരുക്കട്ടെ. ആശുപത്രി മുറിയിലേക്ക് കയറി വന്ന IG ലക്ഷ്മണ, അദ്ദേഹത്തെ സ്വീകരിച്ചത് ബാലകൃഷ്ണന്റെ മുദ്രാവാക്യങ്ങളാണ്. ഇവൻ ബോധമില്ലാതെ പുലമ്പുകയാണ്, തീപ്പൊള്ളലേറ്റപ്പോൾ അപസ്മാരമിളകിയതാണ് എന്നായിരുന്നു ലക്ഷ്മണയുടെ മറുപടി. ബാലകൃഷ്ണൻ മരിച്ചു 3 ദിവസം കൂടി കഴിഞ്ഞ അതേ ആശുപത്രി മുറിയിൽ ഡിവൈഎസ്പി ബാലസുബ്രഹ്മണ്യവും മരണത്തിന് കീഴടങ്ങുന്നു. സ്വന്തം ജീവൻ ഒടുക്കിയായിരുന്നു ബാലകൃഷ്ണന്റെ പ്രതിഷേധം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കാതെ. അവസാനത്തെ ചാവേറെന്നാണ് അവരെയൊക്കെ എഴുതിയത്. അടിയന്തിരാവസ്ഥ കഴിഞ്ഞ് 50 വർഷം കഴിയുന്ന ഈ സാഹചര്യത്തിലും കേരളം അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെ ഓർമ്മിച്ചു വെക്കുകയാണ്. പോലീസ് പീഡനങ്ങളുടെ പ്രതീകമായിട്ട് കൊല്ലപ്പെട്ട P രാജനെ ഓർക്കുന്നു. വർക്കല വിജയനെ ജനങ്ങൾ മറക്കുന്നില്ല. അപ്പോഴും അറിയപ്പെടാത്ത 100 കണക്കിന് ആളുകളുടെ രക്തം, കരുണാകരന്റെയും ജയറാം പടിക്കലിന്റെയും ഒക്കെ ചരിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
അടിയന്തരാവസ്ഥയിലെ അറിയപ്പെടാത്ത ഇരകളുടെ കഥ നമുക്ക് മനസ്സിലാക്കി തരുവാണ്. മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് കേരളത്തിൽ എത്ര പേരാണ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് എന്ന കണക്ക് ഇന്നും കൃത്യമായിട്ടുള്ള ഒരു കണക്കില്ല. ജയറാം പടിക്കലും പുലിക്കോടൻ നാരായണനും TV മധുസൂദനനും ലക്ഷ്മണയും അടക്കമുള്ള ക്രൂരന്മാരുടെ കൈകളിൽ ഞെരിഞ്ഞമർന്നു പോയത് അക്കാലത്തെ മാറ്റത്തിനു വേണ്ടി പരിശ്രമിച്ച, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഒരു പറ്റം ചെറുപ്പക്കാരായ രാജ്യസ്നേഹികളായിരുന്നു. 1977 ജനുവരി 1 തീയതി നാദാപുരം പോലീസ് രാഷ്ട്രീയ ബന്ധമാരോപിച്ച് അറസ്റ്റ് ചെയ്ത കണ്ണനെ പിന്നെ ആരും കണ്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിൽ കണ്ണൻ മരിച്ചെന്നും ശരീരം പോലീസ് ഫറൂഖ് പാലത്തിന് താഴെ നദിയിലേക്ക് ഒഴുക്കിയെന്നുമായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ. പ്രകടനം നടത്തിയതിന്റെ പേരിലാണ് മണ്ണാർക്കാട് EMS കോളേജിലെ വിദ്യാർത്ഥിയും അന്ന് SFI നേതാവുമായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയെ കസ്റ്റഡിയിലെടുത്തു. മണ്ണാർക്കാട് സബ് ജയിലിൽ വെച്ച് 1976 ഓഗസ്റ്റ് 16 തീയതി മുസ്തഫ മരിക്കുന്നു. കാരണം എന്താ? പോലീസ് മർദ്ദനം. ജനങ്ങൾ മറന്നിട്ടില്ല ഇതൊന്നും. തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി പാർപ്പിക്കപ്പെട്ട ശ്രീനിവാസൻ പോലീസ് സ്റ്റേഷനിൽ കെട്ടിത്തൂങ്ങി. ഈ നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിലെ മൂന്നാറിൽ വെറ്ററിനറി ഡോക്ടറായിട്ടുള്ള പരമേശ്വരപിള്ള, കൊല്ലത്തെ ഷറഫുദ്ദീൻ, കോട്ടയത്തെ ജോയി ജോസഫ്, അരൂരിൽ ഹോട്ടൽ നടത്തിയിരുന്ന KV ജോസഫ്, കണ്ണൂര് ചക്കരക്കല്ലിൽ ഗോവിന്ദൻ, രാമനാട്ടുകരയിൽ ഡോക്ടർ രാമകൃഷ്ണൻ തുടങ്ങി അറിയപ്പെടാതെ പോയ, രേഖപ്പെടുത്തപ്പെടാതെ പോയ ഇരകളുടെ ലിസ്റ്റുകൾ നീളുകയാണ്. ഒന്നിൽ പോലും പ്രതികളായിട്ടുള്ള പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടില്ല. അടിയന്തരാവസ്ഥയിൽ പോലീസിന്റെ മർദ്ദനങ്ങൾ മുഖ്യമായി അരങ്ങേറിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്ന 50ഓളം നിയമവിരുദ്ധ ക്യാമ്പുകളിലായിരുന്നു. ഫലത്തിൽ കരുണാകരന്റെയും അതുപോലെ കേരളത്തിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ശാസ്തമംഗലം, നാഗമ്പടം, ആലപ്പുഴ, കൗസ്തുഭം വീട്, ഇടപ്പള്ളി, തൃശ്ശൂർ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിരുന്നു പോലീസ് ക്യാമ്പുകൾ തുറന്നത്. സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ഇവിടെ അരങ്ങേറിയത്. ഇവിടെയാണ് നമ്മൾ ഇറാനെ ഒന്ന് ഓർമ്മിക്കേണ്ടത്. 22കാരിയായിട്ടുള്ള മഹ്സ അമിനി എന്ന് പറയുന്ന പെൺകുട്ടി കൃത്യമായ രൂപത്തിൽ ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ഇറാൻ പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി ആ പെൺകുട്ടി കൊല്ലപ്പെടുന്നു. അതിന്റെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ സ്വന്തം ജനതയോട് ഇറാൻ ചെയ്തതും ഇത് തന്നെയായിരുന്നു. സ്വന്തം ജനതയ്ക്കുമേൽ നിറയൊഴിക്കാൻ, അവരെ അടിച്ചും ഇടിച്ചും ഉരുട്ടിയും കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ജനവിഭാഗം അന്ന് അങ്ങനെയൊക്കെ ചെയ്ത കോൺഗ്രസുകാർക്ക്, അതിനെയൊക്കെ ന്യായീകരിച്ച് പിൽക്കാലത്ത് വരുന്ന മതതീവ്രവാദികൾക്ക്, ഇടതു വലത് സർക്കാരുകൾക്ക്, ഇവർക്കാർക്കെങ്കിലും ഇതിനെയൊക്കെ എതിർക്കാൻ സാധിക്കുമോ? ഇവര് വച്ചു വളർത്തിക്കൊണ്ടുവന്നതാണ് ഈ തീവ്രവാദം.